ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ ഇല്ലായിരുന്നു, പേഴ്സണലി ഞാൻ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അതാണ് നിങ്ങൾ ഡൗട്ട് ചോദിച്ചപ്പോഴൊക്കെ കുറച്ച് റിപ്ലൈസ് ഒക്കെ ഒന്ന് ഡിലേ ആയത്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പൊ ഗോൾഡിന്റെ ഏരിയ നോക്കുമ്പോൾ 15 മിനിറ്റ്സ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡ് ഇപ്പൊ ഏത് ട്രെൻഡിലാണ്? ട്രെൻഡ് ഡൗൺ ട്രെൻഡിലാണ് അല്ലെ. നമുക്ക് ഏകദേശം മിനിഞ്ഞാന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ചേഞ്ച് കാണിച്ചിട്ടുണ്ട്, ഈ വലിയ ഫാളിൽ ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് പുൾ ബാക്ക് ചെയ്തു അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുൾ ബാക്ക് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് റേഞ്ചിന്റെ 50% പോയി. പിന്നെ ഇവിടുന്ന് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഏരിയ എടുത്തിട്ടാണോ ഇറങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏരിയ എടുത്തിട്ടല്ല, ഇവിടെ ഈ 1 ഹവറിന്റെ പോയിന്റ് ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറങ്ങുന്നത്. കണ്ടോ, അവിടെ 1 ഹവറിന്റെ മാർക്കറ്റ് എവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയ നിങ്ങൾ പല ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് നോക്കാം, ഏതെങ്കിലും ഒരു പോയിന്റ് നിന്നായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാം. ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 15 മിനിറ്റിന്റെ ഏരിയ ആയിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തത് ഈ ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ മാർക്കറ്റ് ഇവിടുന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തു, എന്ത് താഴത്തോട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പൊ അത് നോക്കുന്ന ടൈമിൽ എന്താണ്, അതൊരു വാലിഡ് ആയിട്ടുള്ള 1 ഹവറിന്റെ ഒരു ഏരിയ അല്ലേ ഈ ഒരു ഏരിയ, അല്ലെ? ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങുന്നത് അല്ലെ. ഇവിടുന്ന് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്യാണ്, താഴത്തോട്ട് വരികയാണ്. പിന്നെ ആ ഒരു ഫാള് കണ്ടില്ലേ നിങ്ങൾ, കറക്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ഫാളായി. ഓക്കെ, ഇവിടുന്നൊക്കെ പിന്നെ നമുക്ക് പുൾ ബാക്ക് എൻട്രീസ്, ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ 1 മിനിറ്റിൽ ഇട്ടിട്ട് നമ്മൾ ട്രേഡ് അത്യാവശ്യത്തിന് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് 1 മിനിറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ നോക്കാം. അപ്പൊ ഇന്ന് നമ്മളെ മെയിൻ സ്ട്രക്ചർ, നമ്മൾ 1 മിനിറ്റിൽ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മേജർ സ്ട്രക്ചർ ഇൻട്രാഡേ സ്ട്രക്ചർ ആക്കിയിട്ട് നമ്മൾ നോക്കുക 15 മിനിറ്റ്സ് ആണ്. അപ്പൊ 15 മിനിറ്റ് നോക്കുന്ന ടൈമിൽ നമുക്കറിയാം ട്രെൻഡ് മാറി. ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ലോ അല്ലെ. ഈ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത, ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി അവിടെ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ട്രേഡിംഗ് റേഞ്ച് എന്തായി, ഈ ട്രേഡിംഗ് റേഞ്ച് ഇനി നമുക്ക് നോക്കണ്ട, ഓൾറെഡി അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ. ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മുകളിലോട്ട് പോയിന്ന്. ആ കംപ്ലീറ്റ് ലിക്വിഡിറ്റീസിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വൈപ്പ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വൺസ് മാർക്കറ്റ് ഇവിടെ ബോഡി ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൈ ഇവിടെ എന്തായി, കൺഫേം ആയി അല്ലെ. ലോവർ ലോന്റെ ലോവർ ഹൈ ഇവിടെ കൺഫേം ആയി. സോ നമ്മൾ ഒരു എൻഡ് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, ഇവിടെ ഒരു ലോ കൺഫേം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വൺസ് ലോ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ സ്ട്രക്ചർ എവിടേക്കുള്ളതാണ്, ഡൗണിക്കാണ് അല്ലെ. പക്ഷെ നമുക്കറിയാം ഇവിടെ ലോ കൺഫേം ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു പുൾ ബാക്ക് എൻട്രീസ് ഉണ്ടാകും അല്ലെ. ഈ പുൾ ബാക്കിന് നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെ ട്രേഡിംഗ് സെറ്റപ്പ് പ്രകാരം ബൈ സൈഡ് എൻട്രി കിട്ടുമോ നോക്കാം. അതായത് 1 മിനിറ്റിലെ ട്രെൻഡ് ബൈ സൈഡിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഈ പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിന്റെ ഇന്റേണൽ ചേഞ്ചും 1 മിനിറ്റിന്റെ മേജർ ചേഞ്ചും ഇവിടെ കിട്ടും. ടൈം ഫ്രെയിം മാറ്റിയിട്ട് സ്ട്രക്ചർ എന്താക്കുക, 1 മിനിറ്റ് ആക്കി നോക്കാം. കാരണം നമുക്ക് 15 മിനിറ്റിന്റെ ഡയറക്ഷൻ കിട്ടിയില്ല ഓൾറെഡി. മാർക്കറ്റ് എവിടേക്കാ പോവാ, ഇവിടുന്ന് ലോ കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് ഉണ്ടാകും, എന്തായാലും ഒരു പുൾ ബാക്ക് ഉണ്ടാകും. അത് വലിയ റിവാർഡിലോട്ട് വെക്കരുത്. നമ്മൾ കൗണ്ടർ എൻട്രി കയറുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു 1:3 നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ആവണം. കാരണം ഇത് എവിടെ നിന്നും എന്ത് ചെയ്യാം, ഫാൾ ആവാം, എന്തിനുള്ള ചാൻസസും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ 1 മിനിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്ട്രക്ചർ 1 മിനിറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഡയറക്ഷൻ അറിയാം എന്താണ്, 50 മിനിറ്റ് പുൾ ബാക്കിലാണ്. 1 മിനിറ്റിന്റെ മേജർ സ്ട്രക്ചറും എന്ത് ചെയ്തു, 1 മിനിറ്റ് നമുക്ക് എവിടേക്ക് ഇൻഡിക്കേറ്റ് ചെയ്തു, അപ്പിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് നോക്കണ്ടെന്ന് അറിയോ. ഇവിടുന്ന് ഇങ്ങനെ 1 മിനിറ്റ് ഫോർ എക്സാമ്പിൾ വന്നു എന്ന് വിചാരിക്കാം, തിരിഞ്ഞു. 1 മിനിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ ലിക്വിഡിറ്റീസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിലെ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ, 1 മിനിറ്റിന്റെ ആ ഒരു OB/RB വരുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കാം. എന്ത് മാത്രം നോക്കുക, ഈ 1 മിനിറ്റിന്റെ മുന്നേ എൻട്രി എടുക്കുന്നതിന്റെ മുന്നേ ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടുന്ന് മാർക്കറ്റിന് പമ്പ് ആവാനുള്ള ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യും. ഇവിടുന്ന് നമുക്ക് 1 മിനിറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ഗോൾഡ് ഒക്കെ ആണെങ്കിൽ ഒരു 350 പോയിന്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി, SL വെച്ചാൽ മതി. 350 പോയിന്റ് SL, ഒരു 1000 പിപ്സ് ഒക്കെ എന്ത് ചെയ്യാം, ടാർഗറ്റ് വെച്ച് കൊടുക്കാം. വിച്ച് മീൻസ് ഒരു 1:3 ഒക്കെ എന്ത് ചെയ്താൽ മതി, വെച്ച് കൊടുക്കാം.
അപ്പൊ 1 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? മേജർ സ്ട്രക്ചർ 50 മിനിറ്റ് എവിടേക്കാ പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഒരു ക്ലിയർ കട്ട് പിക്ചർ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ദെൻ 1 മിനിറ്റിൽ റാൻഡംലി പോയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ട്രേഡ് എടുക്കരുത്. ഇവിടുന്ന് തന്നെ പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഇവിടുന്നുള്ള ലിക്വിഡിറ്റീസ് നല്ല രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ട്രാപ്പ് ആവും. അല്ല അപ്പൊ മേ ബി ഇവിടെ ചിലപ്പോൾ സ്ട്രക്ചർ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ഹൈ ഇതായിരിക്കും, അതിന്റെ ഹയർ ലോ ഇതായിരിക്കും. പക്ഷെ ഇവിടെ പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഇവിടെ ലിക്വിഡിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹയർ ലോനാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കുക. ഫസ്റ്റ് സ്ട്രക്ചറിന് എന്ത് ചെയ്യരുത്, പോയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ മേജർ സ്ട്രക്ചറിന് ഇതേപോലെ ഇക്വിലിബ്രിയം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഡിസ്കൗണ്ടിലുള്ള വാലിഡ് പോയിന്റ് മാത്രം എടുക്കുക. ഓക്കെ, നമ്മൾ 15 മിനിറ്റിൽ എന്താണോ ചെയ്തത് ആ സെയിം സാധനം നമ്മൾ 1 മിനിറ്റിക്ക് കൊണ്ടുവരണം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ 1 മിനിറ്റ് കൂടെ എന്ത് ചെയ്യണം, നോക്കി തുടങ്ങണം. കാരണം 1 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ എന്തായാലും നല്ല നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷെ അതൊന്ന് നോക്കി നമ്മളൊന്ന് പരിചയപ്പെട്ട് എന്ത് ചെയ്യാനുണ്ട്, നമ്മളൊന്ന് അതിനോട് യൂസർ ആവാനുണ്ട്. ഇപ്പൊ നമ്മൾ 15 മിനിറ്റ് അല്ല മെയിൻലി നോക്കാം. പിന്നെ 15 മിനിറ്റിന്റെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ്. അതിൽ 1 മിനിറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ ഇന്നത്തെ ഏഷ്യൻ എവിടെയാണ് ഇന്നത്തെ ഏഷ്യൻ ബോക്സ് വരുന്നത്? ഓക്കെ, ഇന്നത്തെ ഏഷ്യൻ ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏഷ്യനൊക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്കിൽ നമുക്ക് ബൈ നോക്കാം ഗോൾഡിൽ 1 മിനിറ്റിൽ കേട്ടോ. റിസ്ക് കുറച്ചിട്ട് റിവാർഡ് കുറച്ചിട്ട് എന്ത് ചെയ്യാം, വലിയ ഹൈ റിസ്ക് ഹൈ റിവാർഡിലോട്ടൊന്നും പോകണ്ട, നോർമൽ വാല്യൂ നോക്കാം. അപ്പൊ ഇതാണ് ഗോൾഡിന്റെ ഇന്നത്തെ നമ്മളെ വ്യൂ. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ നോക്കാം. ഓക്കെ, അപ്പൊ നല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, നമുക്കത് സെറ്റ് ആക്കാം. ഗോൾഡ് ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഉള്ളത് GBP/USD അല്ലെ. GBP/USD നമുക്ക് നോക്കാം 50 മിനിറ്റ്സിൽ. ഇത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞ ട്രേഡ് ആണ് അല്ലെ. ട്രെൻഡ് ഓൾറെഡി ഡൗണിലാണ്. ഈ ഒരു വാലിഡ് പോയിന്റ് നിന്ന് മാർക്കറ്റ് ഇറങ്ങും എന്നുള്ളത് കറക്റ്റ് ആ ഒരു ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ ഇറങ്ങുന്ന സ്ഥിതിക്ക് ഇവിടെ ഇത്രയും ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് അടുത്തത് പോകുന്നത് എന്തിനാണ്, ഈ ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടോ. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് പോണത് അല്ലെ. കാരണം ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്. നമുക്കറിയാം മാർക്കറ്റിന്റെ ഫ്യൂല് ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാനാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, ഓടിക്കൊണ്ടിരിക്കാം അല്ലെ. അപ്പൊ ഇത്രയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ ഇത് ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരാണ്. ഓൾറെഡി ഒരു വാലിഡ് ആയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ആയിരുന്നു നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അല്ലെ. ലാസ്റ്റ് ലൈവില് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മാർക്കറ്റ് ഇവിടുന്ന് പുൾ ബാക്ക് ചെയ്ത് ഇവിടുന്ന് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ എക്സ്പാൻഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഏത് ഡയറക്ഷൻക്കാണ്, സെൽ ഡയറക്ഷൻക്കാണ്. ഓക്കെ, അപ്പൊ സെല്ല് ഇവിടുന്ന് എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കാം. ഓൾറെഡി ഇവിടുന്ന് എടുത്ത് വരികയാണ് ലിക്വിഡിറ്റീസ്. ഇവിടെ ഈ ഒരു ഏരിയ ഏഷ്യന്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ്. ഈ ലിക്വിഡിറ്റിനൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ ചേഞ്ച് തന്ന ഈ ഒരു ഏരിയ സ്ട്രോങ് ആണ്. നമ്മൾ 1 മിനിറ്റിൽ ജസ്റ്റ് നോക്കാം, 1 മിനിറ്റിൽ ഏതെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏഷ്യന്റെ ഉള്ളിൽ നല്ല പോയിന്റ് ഇല്ല. ഏഷ്യന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലിക്വിഡിറ്റീസ് ആവും. ഓക്കെ, ഫുള്ള് ലിക്വിഡിറ്റീസ്. അവിടെ നിന്നൊന്നും ട്രേഡ് കയറണ്ട. നമുക്കൊരു മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കാണുന്നുള്ളൂ ഏഷ്യന്റെ മേലുള്ള. ഓക്കെ, പക്ഷെ ആ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒരു പ്രോപ്പർ ഹെൽത്തി ഏരിയ എന്ന് പറയാൻ മാത്രം ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത്. ഓക്കെ, ബ്ലൈൻഡ്ലി കയറിയിട്ട് ചാടി കയറി ട്രേഡ് എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പിന്നെ ആ പുൾ ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് നോക്കാം. ഗോൾഡിനെ പറഞ്ഞ പോലെ തന്നെ പുൾ ബാക്കിൽ. ഇതൊക്കെ മാർക്കറ്റ് ഇങ്ങനെ ആവാനുള്ള കാരണം ഇന്നലെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ടാണ്. മൂവ്മെന്റ് ഉണ്ടാവില്ല, വോളിയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. GBP/USD നല്ല ട്രേഡിംഗ് പ്ലാൻ ഒന്നുമില്ല. ഇതൊന്ന് ബ്രേക്ക് ചെയ്യട്ടെ. ബ്രേക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ ലിക്വിഡിറ്റിയിലൊക്കെ എടുക്കാൻ മാർക്കറ്റ് എന്ത് ചെയ്യാം, മേലോട്ട് പുൾ ബാക്ക് ചെയ്യാം. ആ പുൾ ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ആക്കി നോക്കാം. ഓക്കെ, പക്ഷെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാനാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല്, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വരുന്ന വരവിൽ ഇവിടുന്ന് ഒന്നും നല്ലൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് ആ ഒരു എക്സ്പാൻഷൻ മൂവ്മെന്റിൽ ഇനി കണ്ടിന്യൂഷൻ നോക്കി കയറുന്നില്ല. ഓക്കെ, ഇവിടെ നല്ല സ്ട്രക്ചർ ഒക്കെ ഫോം ആവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ല, സ്ട്രക്ചർ അപ്പൊ വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ മോർണിംഗിൽ നോക്കുന്ന ടൈമിൽ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും, ഒന്നും ഉണ്ടാവില്ല മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ പ്ലാനിങ് സെറ്റപ്പ് പ്രകാരം വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം,
നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യൂറോ യു എസ് ടി അല്ലെ, യൂറോ യു എസ് ടിയിലൊക്കെ മാർക്കറ്റിന്റെ ഒരു വോളിയം നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. യൂറോ യു എസ് ടി നമ്മൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തത് ഡൗൺ ട്രെൻഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങും എന്നുള്ളതായിരുന്നു അല്ലെ, പക്ഷെ ഒരു ഏരിയക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല അല്ലെ. പിന്നെ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു എന്താ പറയാ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. കുറെ ലിക്വിഡിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. സോ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഏരിയ ആണ്. ഇത് ലിക്വിഡിറ്റി ആയിട്ട് നോക്കാം മാർക്കറ്റിൽ, കാരണം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, മേലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടാവുള്ളൂ, കാരണം ഇവിടെ നിന്നുള്ള മൂവ്മെന്റ്സ് ഒന്നും അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, പതിയെ പതിയെ ഉള്ള മൂവ്മെന്റ്സ് ആണ് വരുന്നത്. പക്ഷെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റ് പ്രീമിയം തട്ടിയിട്ടാണ് വരുന്നത്, നമ്മൾ ഏരിയ എടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓൾറെഡി പ്രീമിയം തട്ടിയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. അപ്പൊ ഇതും ഒരു 50-50 ചാൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയും ലിക്വിഡിറ്റി മേലെ ഉണ്ടായതുകൊണ്ട് തന്നെ 1 മിനിറ്റിലൊക്കെ ഇവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ഒക്കെ നമുക്ക് ഒരു ഇന്റേണൽ ചേഞ്ച് തരികയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ നമുക്ക് ഇതൊരു ഇന്റേണൽ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ഏരിയ. നമുക്ക് 50 മിനിറ്റ് ടു 1 മിനിറ്റ് എങ്ങനെ ട്രേഡ് നോക്കാന്നുള്ളത്. ഇത് 50 മിനിറ്റിന്റെ ഒരു ചെറിയ ഏരിയ ആണ്, ഇന്റേണൽ സ്ട്രക്ചർ ആണ് അല്ലെ. പക്ഷെ ഇത് നേരെ 1 മിനിറ്റ് കിട്ടു നോക്കുന്ന ടൈമില് 1 മിനിറ്റിന്റെ അത് മെയിൻ സ്ട്രക്ചർ ആണ് അല്ലെ, 1 മിനിറ്റിന്റെ അത് മെയിൻ സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയനൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ബോഡി ബ്രേക്ക് കിട്ടി സ്ട്രോങ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ വാലിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഓക്കെ, ഈ ഒരു ഇംബാലൻസ് ഉള്ള RB, അതായത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതായിരിക്കും വരിക. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിനെ ചെറുതാക്കിയിട്ട് ഈ ഒരു ഏരിയ എടുക്കുന്നു, ഇതിന്റെ താഴത്തേക്ക് എന്തായാലും നമ്മൾ നോക്കുന്നില്ലല്ലോ. അപ്പോ ഇത് മാർക്കറ്റ് നല്ല ബോഡി ബ്രേക്ക് തന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം, ഒരു പുൾ ബാക്ക് എൻട്രി നോക്കാം. ഒരു റിസ്ക് കുറച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് നല്ല ഡൗൺ ആണ്, പക്ഷെ ഇവിടെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നല്ലൊരു ബൈ സൈഡ് പോവാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ട്, ഈ ലിക്വിഡിറ്റി ഒക്കെ കവർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ആ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, 1 മിനിറ്റിൽ ഇട്ടിട്ട് ബൈ ചെയ്യാണ്. ഓക്കെ, അതിന് ഇത് നല്ലൊരു ബോഡി ബ്രേക്ക് കിട്ടണം അവിടെ. ഓക്കെ, നല്ലൊരു ബോഡി ബ്രേക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇപ്പൊ 50 മിനിറ്റിൽ ഞാൻ കാണിച്ചു തന്നല്ലോ. 50 മിനിറ്റിൽ ഓൾറെഡി ഇത് ഇന്റേണൽ സ്ട്രക്ചറാണ് അല്ലെ. പിന്നെ 15 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലിക്വിഡിറ്റീസിനൊക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ലോ എന്ന് പറഞ്ഞ ഈ ലിക്വിഡിറ്റിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. കുറെ ലിക്വിഡിറ്റിനെ മാർക്കറ്റ് കവർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഒരു ഇനീഷ്യൽ പമ്പിങ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. ആ പമ്പിങ് നമ്മൾ എന്ത് ചെയ്യാണ്, 1 മിനിറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ട്രേഡ് ആക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1 മിനിറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ മേജർ ട്രെൻഡ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആയി, അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയി അല്ല. ഇത് ഇങ്ങനെ വരും, മാർക്കറ്റ് എങ്ങനെ പോവാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ കുറച്ചുകൂടെ ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പോകും. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പോകുന്ന ടൈമില് നമുക്ക് ഇവിടെ എന്തുണ്ടാകും, കുറെ ലിക്വിഡിറ്റീസ് ഫോം ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ലിക്വിഡിറ്റീസ് ഒക്കെ കവർ അപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ വരും, ഇവിടുന്ന് എക്സ്പാൻഡ് നോക്കാം. ഇത് 1 മിനിറ്റിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പ്ലാൻ ചെയ്തോ, നല്ലൊരു എൻട്രി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മേലെ അത്രയും ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആണ്. ആ ഒരു ഫുൾ ബാക്ക് എൻട്രി നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഒരു 1:3 ഒക്കെ മാക്സിമം സേഫ് ആക്കിയിട്ട് വെക്കുക, കാരണം ഫുൾ ബാക്ക് എൻട്രി ആണ്, എന്തും സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഇത് 1 മിനിറ്റിൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. അപ്പൊ ഇതിൽ ഗോൾഡും GBP ഒന്നും കൂടെ എന്ത് ചെയ്യാനുണ്ട്, ഒന്ന് മാർക്കറ്റ് റൺ ആയിട്ട് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോം ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും 3 സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യാം, പ്ലാന് കാര്യങ്ങള് ഒന്ന് ചെയ്യാം. ഓക്കെ, ഓക്കെ, ശരി.